എന്തോ എന്നെ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ? അനുമോള് ഈ പറയുന്നത് ആരെ പറ്റിയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? വേറെ ആരെയും പറ്റിയല്ല, ആരുടെയൊക്കെയോ പ്രിയങ്കരിയായ രേണുസുതിയെ പറ്റിയിട്ടാണ് അനുമോള് തന്നെ ഇപ്പൊ നേരിട്ട് ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതിയുടെ കുത്തകയൊന്നും അല്ലല്ലോ. അതായത് രേണുസുതി മാത്രം എല്ലാ ദിവസവും ഓൺലൈൻ മീഡിയക്കാർക്ക് ബൈറ്റ് കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് നിറഞ്ഞു നിന്നാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അനുമോളുടെ അടുക്കലേക്ക് ഓൺലൈൻ മീഡിയയിലെ ഏതോ ഒരു ചേട്ടൻ ചെന്നിരിക്കുകയാണ് ക്യാമറയും കൊണ്ട്. എന്നിട്ട് അനുമോളിനോട് ചോദിച്ചു, അനുമോളെ, രേണുസുതി ഇപ്പൊ പറയുന്നത് നിങ്ങൾ സുധിച്ചേട്ടന്റെ ഒരു സഹപ്രവർത്തക മാത്രമാണ് എന്നാണല്ലോ. അത് ചോദിക്കാൻ വേറൊരു കാരണമുണ്ടേ. ഈ ബിഗ് ബോസിനകത്ത് വെച്ചും അവിടുന്ന് ഇറങ്ങിയതിന് ശേഷവും രേണുസുതി പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അനുമോള് സുധിച്ചേട്ടന്റെ പെങ്ങളെ പോലെയാണ്, പെങ്ങളൂട്ടിയാണെന്നൊക്കെ. എന്നാൽ ഇപ്പോ ഇങ്ങനെ കാലം മറികടന്ന് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് രേണുസുതി അവരുടെ വാക്കുകളും മാറ്റുന്നു. അവള് ഒരു സഹപ്രവർത്തക, ഇതത്രേ ഉള്ളൂ. ആ ഒരു മോഡ് പറഞ്ഞപ്പോഴത്തേക്ക് പല ആളുകളും ചോദിക്കുമല്ലോ, രേണുസുതി ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ ആദ്യമേ പറഞ്ഞത്. രേണുസുതി പുച്ഛത്തോടുള്ള മറുപടി ഇപ്പൊ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് ഇന്നലെ ഈ രേണുസുതി നിങ്ങൾ എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക്, ഞാൻ ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എല്ലായിടത്തും ഓൺലൈൻ മീഡിയക്കാര് നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വരുന്നത് ഓക്കെ, എവിടെങ്കിലും ഒരു ഫംഗ്ഷന് പോവോ അല്ലെങ്കിൽ നിങ്ങളൊരു ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരു ഡ്രസ്സ് മാറുന്ന ഒരു സ്ഥലത്തേക്കും ഒക്കെ എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയക്കാരെ വാ മക്കളെ വാ എടുക്ക്, എൻ്റെ മൂലം എടുക്ക് എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്കേ തോന്നുന്നില്ലേ സ്ത്രീയെ? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇതൊക്കെ നാട്ടുകാരിലോട്ട് ഇതൊക്കെ എന്ത് കൈൻഡ് ഓഫ് നെഗറ്റീവ് റീച്ച് ആണ്? നിങ്ങളത് ഈ വീഡിയോ ഒന്ന് കണ്ടേ, എന്നിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് സംസാരിക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും അങ്ങോട്ട് ലൈക്ക് തരിക. നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ, അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിലും ക്ലിക്ക് ചെയ്തോ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേണുസുതിയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഈ കാട്ടായങ്ങളെ പറ്റിയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന സാധനങ്ങളെ പറ്റിയിട്ടുള്ള ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇത് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ നിക്കർ മേടിക്കാൻ ഇങ്ങനെ എല്ലാ ഷൂട്ടിലും നിക്കർ ഇടാൻ വേണ്ടി ഇരുന്ന കിട്ടിയില്ല. പോട്ടെ, നിങ്ങളൊന്ന് കട്ട് ചെയ്തല്ലേ എനിക്കൊന്ന് പോകാൻ പറ്റും. കിട്ടിയില്ലേ? നിക്കർ കിട്ടിയില്ലേ ചേച്ചിക്ക്? അതെന്താ നിക്കർ കിട്ടാഞ്ഞത്? കേരളത്തിൽ നിക്കർ ഇല്ലേ ഒരു കടയിലും ലേഡീസിന് ഇടാൻ പറ്റുന്നത്? ഓൺലൈനിൽ മേടിക്കുക ചേച്ചി, ഓൺലൈനിൽ ഓർഡർ ചെയ്തെടുക്ക് നിക്കർ. അല്ല പിന്നെ എല്ലാ ഷൂട്ടിനും ഈ നിക്കർ ഞാൻ ഇടാൻ തീരുമാനിച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളെ വെച്ച് ഈ പടം പിടിക്കുന്നവർക്ക് അവര് പറയുന്നതിനൊരു വിലയൊന്നും ഇല്ലേ? അല്ല അവര് സാരി ഉടുക്കാൻ പറഞ്ഞ് സാരി ഉടുത്തല്ലേ പറ്റൂ, അല്ല എന്നാ നിക്കറേ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞ് ചെല്ലുവോ? എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്? രണ്ട് മൊബൈൽ ക്യാമറ ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്തും രേണുസുതി അങ്ങ് പറയും. രേണുസുതി ഈ അണയാൻ പോകുന്നത് ഈ ആളി കത്തുക എന്ന് പറയത്തില്ലേ, അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഇനാഗുറേഷനും ഇല്ലെങ്കിൽ അടുത്ത ബിഗ് ബോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഈ ഷോർട്ട് ഫിലിമും ഈ ആൽബം പിടുത്തവും മാത്രമേ കാണത്തുള്ളൂ. സിനിമയിലേക്കൊന്നും എന്താ ചേച്ചി ആരും വിളിക്കാത്തത്? വിളി വന്നിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നത് കേട്ടു, പക്ഷെ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടോ രേണുസുതിയെ? നമ്മളാരും കണ്ടിട്ടില്ലേ? ഇനി അടുത്ത മെയിൻ ഒരു വീഡിയോ ഉണ്ട്, കാണണ്ടേ നിങ്ങൾക്ക്? ഇതേ കണ്ടോ? അല്ല മൂഡ് ശരിയില്ലെന്ന് രാവിലെ പറഞ്ഞു. ശരിയായോ? കണ്ണിലെ ലെൻസ് എന്നാ രേണുസുതി ഇതൊക്കെ പണ്ട് പിള്ളേർ ഇപ്പൊ കാണിച്ചോണ്ട് ഇപ്പോഴും പിള്ളേരും കാണിക്കത്തില്ല. പണ്ടത്തെ ഐറ്റം ഇതൊക്കെ എന്തിനാ ചേച്ചി ഇപ്പോ? അതും ഇതൊരു ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോ ഓക്കെ എടാ കണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ഒരുമാതിരി വടിയാക്കുന്ന പോലല്ലേ ഈ സാധനമൊക്കെ നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ കിടന്ന് കാണിക്കുന്നത്? നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് എന്തും കാണിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാ, എന്തും നിങ്ങൾ കാണിച്ചോ. പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നത് അതത്ര നല്ലതല്ല ചേച്ചി, മനസ്സിലായോ? അതുകൊണ്ടാണ് പലരും നല്ല രീതിയിൽ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നല്ല ചെയ്യുവാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ നല്ല ചെയ്യുന്നു പറഞ്ഞ് നമുക്കങ്ങ് പോകാം. ഇതങ്ങനല്ല.
ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അപരാധങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ. നിങ്ങൾക്ക് ബോധവും വിവരമൊന്നുമില്ല. നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് തെറി വിളിപ്പിക്കാനിരിക്കുക നിങ്ങൾ. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആൾക്കാരെ പ്രലോഭിപ്പിച്ച് കമന്റ് ഇടിയിപ്പിക്കുക, തെറി കമന്റ്. അതാണ് ഇവരുടെ മെയിൻ ഒരു ഉദ്ദേശം. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എല്ലാവരും ഈ ഓൺലൈൻ മീഡിയക്കാരുടെ നമ്മൾ കാണാറുണ്ടോ, ഇഷ്ടം പോലെ ചാനൽസ് ആയിരുന്നു, ഇഷ്ടം പോലെ, ഏതൊക്കെ പേരിലാണോ. അതിൻ്റെയൊക്കെ അടിയിൽ വരുന്ന കമന്റുകൾ ഇവരുടെ ഉദ്ദേശം അത് തന്നെയാ. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ കണ്ട ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറയാതിരിക്കുമോ? നിങ്ങൾ ഇതൊന്ന് കണ്ടോണേ. നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും, അപ്പാർട്ട്മെന്റ്. ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്സ്, ഒരു ബാഗ്. എന്തൊക്കെ ഡ്രസ്സാണ് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ്? അതൊക്കെ ആക്ച്വലി നീ തീർന്നു കേട്ടോ. അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് രേണു പോയത്. അല്ല, കൊറേ കുറെ ഉണ്ടായിരുന്നു ലഗേജ്. ഷൂട്ടിന് വന്നപ്പോ കുറെ ലഗേജ് ആയിട്ട് വന്നു. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. എന്തൊക്കെ ഡ്രസ്സാണെന്ന് എന്താ പറയേണ്ടത്? നിങ്ങൾ പറ. ആ ചോദ്യത്തിനൊക്കെ എന്താ? നിങ്ങളോടൊരാള് പബ്ലിക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? എന്തൊക്കെ ഡ്രസ്സായിരുന്നു നിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വെച്ചിട്ട് നീ വന്നത്? അതിന്റെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ചോദ്യത്തിന്റെ. ഏതെങ്കിലും അത്യാവശ്യം ഒരു 10 പേര് അറിയാവുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ ഓൺലൈൻ മീഡിയയിൽ നിന്ന് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുവോ, അതോ ഇച്ചിരി കലിപ്പാവോ? പ്രത്യേകിച്ച് ഒരു സ്ത്രീ. നിങ്ങൾ പറ. ഒരുപാട് സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഏതെങ്കിലും നിങ്ങൾ ഇച്ചിരി 10 പേര് അറിയാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയി, നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട്, എന്തൊക്കെ ഡ്രസ്സാ നീ അവന്റെ വീട്ടിൽ വെച്ചിട്ട് വന്നേ? കഷ്ടം. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കുന്ന നിങ്ങളെ വേണം പറയാൻ. ഈ ചോദിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്താണ്, അവരുടെ ചാനലിന് റീച്ച് വേണം, ക്ലിക്ക് ബൈറ്റ് വേണം, അവർക്ക് വ്യൂസ്, ഇതൊക്കെ മെയിൻ ചെയ്ത് അവർ ചോദിക്കുന്നു. നിങ്ങളാണ് അതിന് മറുപടി പറയുന്നത്. താല്പര്യമില്ല, അതൊരു മോശം ചോദ്യം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നിർത്തിക്കാം, നിങ്ങൾക്ക് അപ്പം സ്റ്റോപ്പ് ചെയ്യിക്കാം, അത് അപ്പം കലിപ്പുണ്ടാക്കാം നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ അതൊന്നും അല്ല ചെയ്യുന്നത്. ഇതിനിയും നിങ്ങൾ പറഞ്ഞു കൊടുത്ത് ചോദിപ്പിക്കുന്നതാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ? ഇച്ചിരി വൾഗറായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിപ്പിക്കുന്നതാണോ? അല്ല, സംശയമാ. ആരാണെങ്കിലും അങ്ങനെ സംശയിച്ചു പോയില്ലേ? കാരണം ഇവർ അതിനൊക്കെ ചിരിച്ചുകൊണ്ട്, ഈ സാധനത്തിനൊക്കെ എങ്ങനെ ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ പറ്റുന്നു? ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ഈ കോണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതെല്ലാം കൊച്ചു പിള്ളേർ വരെ കാണുന്നതാണ്. അവരൊക്കെ ഈ സാധനം എടുത്ത് നോക്കുമ്പോൾ ഒരു ചേച്ചിയോട് മറ്റേ മാമൻ ചോദിക്കുക, ചേച്ചിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്? എന്തായിരുന്നു ഡ്രസ്സ്? ഏതൊക്കെ സൈസിലുള്ള ഡ്രസ്സായിരുന്നു? ഇതൊക്കെ ചോദിക്കുന്ന ഇച്ചിരി വൃത്തികേടായിട്ട് ആർക്കും തോന്നുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേരിരിക്കുമ്പോൾ ചോദിക്കുന്നത് പോലെ അല്ല പബ്ലിക്കിലേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചോദിച്ചിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇനി തുടക്കത്തിൽ പറഞ്ഞ അനുമോളുടെ കേസ്. ഫസ്റ്റ് അനുമോളുടെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാണിച്ചു തരാം, കുറച്ചുണ്ട്. അതിനു മുമ്പ് അനുമോൾ തന്നെ മീഡിയക്കാരുടെ ഫ്രണ്ടിലോട്ട് വന്നിപ്പോൾ സംസാരിക്കുന്നുണ്ട്. കാരണം രേണുവാണ് അതിന് വഴിവെച്ച് കൊടുത്തത്. രേണുവിനോട് അനുമോളുടെ കേസ് കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ക്ലിപ്പ് വന്നതിൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ രേണു അതിന് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കേൾക്ക്, എന്നിട്ട് വേണം അനുമോളുടെ കേൾക്കാൻ. മോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോരെ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അത് വളച്ചു പിടിച്ചാണ്. എങ്ങനെ സംസാരിക്കണം? വളച്ചൊടിച്ച് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മൂക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെന്റെ ഇഷ്ടമാണ്. ഞാനതിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല. അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല. അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവര് പറയുന്ന പോലെ ഇങ്ങനെ എന്നാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കി. റീച്ചിന് വേണ്ടിട്ടല്ലേ? റീച്ചിന് വേണ്ടിട്ട് അവര് വളച്ചൊടിക്കുന്നു. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ എന്റെ പൊന്ന അനുമോളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനോട്ട് പറയത്തില്ല. റീച്ചിന് വേണ്ടി ഞങ്ങളൊക്കെ വളച്ചൊടിക്കുന്നു, ചേച്ചി നേരിട്ട് പറയുന്നു. ചേച്ചി തന്നെ അല്ലേ ഒരു കുറച്ച് സെക്കൻഡ് മുന്നേ പറഞ്ഞത് ഞാൻ ഇങ്ങനെ തൊടുന്നതിന് പറയുന്നത് ഇങ്ങനെ തൊടുന്നു, അത് എന്റെ ഇഷ്ടം. ഇവർ തന്നെ അല്ലേ ഈ ഡയലോഗ് അടിച്ചത്? എന്നിട്ട് അവർ തന്നെ പറയുകയാണ് റിയാക്ഷൻ ചാനലുകാർ വളച്ചൊടിക്കുന്നു, ഞാൻ നേരിട്ടല്ലേ പറയുന്നതെന്ന്. ചേച്ചി വെറും 40-38 സെക്കൻഡുള്ള വീഡിയോയിൽ തന്നെ നിങ്ങൾ ഒരു കാര്യത്തെ 2 പ്രാവശ്യമായിട്ടാണ് പറയുന്നത്. ഇത്രേ ഉള്ളൂ രേണുസുതി. അത് രേണുസുതി ആദ്യമേ മനസ്സിലാക്കണം. ഞങ്ങളിങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഒരൊറ്റ വീഡിയോയിൽ തന്നെ പലതും അങ്ങോട്ട് വളച്ചൊടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2-3 വീഡിയോയിലൊക്കെ വളച്ചൊടിച്ചാലായി. ഓക്കെ, ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളൊക്കെ വെച്ചു. നിങ്ങൾ 38 സെക്കൻഡ് ഇടയ്ക്ക് ഒരു കാര്യം തന്നെ 2 പ്രാവശ്യം ആദ്യം ഒന്ന് പറയുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മാറ്റി പറയുന്നു. ഇത്രയ്ക്കൊന്നും എന്തായാലും ഇവിടെ ആർക്കും ഒരു റിയാക്ഷൻ ചാനലുകാരനും അങ്ങനെ അങ്ങോട്ട് വളച്ചൊടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇച്ചിരി ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ഇത്തിരി വിലയുണ്ട്, പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇനി അഥവാ എന്തെങ്കിലും തെറ്റിപ്പോയാൽ ഒരു വീഡിയോ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലേ അത് തിരുത്താൻ പറ്റുള്ളൂ. അല്ല നിങ്ങളെ പോലെ 38 സെക്കൻഡ് ഇടയ്ക്ക് ഒരു കാര്യം തന്നെ 2 പ്രാവശ്യം പറയാനൊന്നും പറ്റത്തില്ല രേണുസുതി. അതിനൊക്കെ ഇച്ചിരി ഉളുപ്പുള്ളവന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിടികിട്ടിയോ? കഷ്ടം. അവർ പറയുന്നത് എന്താ നിങ്ങൾ കേട്ടല്ലോ. ഇനി അനുമോള് വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി അത് കണ്ടോ. എന്തോ എന്നെ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ? ഹലോ എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പൊങ്കാലയിടുന്നില്ലേ ഇപ്രാവശ്യം? പൊങ്കൽ പിന്നെ ഞാൻ എല്ലാ വർഷം ഇടുന്നതല്ലേ, അപ്പൊ ഇപ്രാവശ്യം പൊങ്കൽ ഇടും. അനുമോളെ, പിന്നെ രേണുസുതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഒരു പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, എനിക്ക് ഒരു പ്രശ്നം. അതാണ് ഞാനും ആലോചിക്കുന്നത്. ബിഗ് ബോസിന് ഇറങ്ങുന്ന അന്നാണ് ലാസ്റ്റ് കാണുന്നത്. ആ സമയം വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ അറിയാന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു പ്രശ്നമില്ല. അല്ല, സുധിച്ചേട്ടന്റെ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷം സഹപ്രവർത്തക എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിക്കാരി അന്വേഷണം വിളിച്ചിട്ടില്ല. ഞാനും കണ്ടു, എനിക്ക് ഒരുപാട് പേരെടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയണ്ടേ, പുള്ളിക്കാരടുത്ത് ചോദിക്കുന്നതിന് പുള്ളിക്കാരി ആൻസർ പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞ ചേച്ചി? കുറച്ചു നാൾ മുന്നേ വരെ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സുധിച്ചേട്ടന്റെ പെങ്ങളൂട്ടിയാണ്, ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചു. പക്ഷെ പുള്ളിക്കാരി വരുന്ന വീഡിയോസിലൊക്കെ കൂടുതലും എന്തോ എന്നെ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കും. ബിഗ് ബോസ് കപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കാം. എനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഒരു വിഷമമുണ്ടായി. ബിഗ് ബോസിൽ ആരെങ്കിലും കോൺടാക്ട് ഉണ്ടോ? ബിഗ് ബോസിൽ കോണ്ടാക്ട് ഉള്ളത് വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. എല്ലാവരും തിരക്കുകളാണല്ലോ. ഈ പറയുന്ന പോലെ ഞാൻ കോണ്ടാക്ട് ഉള്ളത് ഓനിലേട്ടൻ, നമ്മുടെ പ്രവീൺ, ആവശ്യത്തിന് മാത്രമാണ്. അവരുടെ ആവശ്യത്തിന് എന്നെ വിളിക്കും, എന്റെ ആവശ്യത്തിന് അവരെയും വിളിക്കും. അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കോണ്ടാക്ടും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും, എന്തെങ്കിലും സ്റ്റോറി കാണുമ്പോൾ മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ. അതിന്റെ ആവശ്യമൊക്കെ ഉള്ളൂ. കൂടുതൽ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത്. അത് പല രീതി പണികൾ തരുവടി. മനസ്സിലായോ? ലാസ്റ്റ് നമുക്കെടുത്ത് ദൂരത്തോട്ട് കളയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരെ നമ്മളെ കൊണ്ട് എത്തിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അനുമോള് പറഞ്ഞ കാര്യം, അനുമോള് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. നമ്മളും പലതവണ അല്ലെങ്കിൽ രേണുവിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടതാണ് ഈ അടുത്തായിട്ട് സ്ഥിരം. അനുമോള് സഹപ്രവർത്തക എന്നാൽ തുടക്കത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പെങ്ങളൂട്ടിയെ പോലെയാന്ന്. എന്നാൽ ഈ പെങ്ങളൂട്ടി മാറി സഹപ്രവർത്തക മാത്രമായത്. ഇത് രേണുവിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഉടനെ രേണു പറയും ഞാനിങ്ങനെ തൊടുന്നതിന് വരും, ചിലപ്പോൾ ഇങ്ങനെ തൊടും. നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കൊന്നും ഇല്ല. ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ പിടികിട്ടും, അത്രേ ഉള്ളൂ. അതായത് വാക്കിനൊരു വിലയില്ലാത്ത, ഇപ്പം 38 സെക്കൻഡിൽ തന്നെ പലതും മാറ്റി പറയാവുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ചില ആൾക്കാർ ചോദിക്കുന്ന കണക്ക് അസൂയ തേങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് കപ്പ് കിട്ടിയോണ്ട് രേണുവിന് അസൂയ, ആ പരിപാടി എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം രേണുസുതിക്ക് അത്യാവശ്യം ഇനാഗുറേഷൻസ് ഉണ്ട്, ബാറുകൾ ഉദ്ഘാടനം, പുറത്തൊക്കെ പബ്ബുകൾ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ രേണുവിനുണ്ട്. പിന്നെ എന്തോ ആൽബം പിടുത്തം, ഷോർട്ട് ഫിലിം, ഇതൊക്കെ രേണുവിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും അവർ പറയുന്ന സത്യമാണ്, എല്ലാ ദിവസവും ഓൺലൈൻ മീഡിയയിൽ ഇവരുടെ മോന്തായം നമ്മൾ കാണാറുണ്ട്. എല്ലാ ദിവസവും ആർക്കെങ്കിലും ഒക്കെ ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണിയില്ലാതിരിക്കുന്നുമല്ല, അത്യാവശ്യം പണിയുണ്ട്. അതുകൊണ്ടുള്ള അസൂയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞാൻ എന്തൊക്കെയോ ആയി, ഈ എന്താ അനുമോള് മാറി നിക്കടി, ആ മൂഡ് ചിലപ്പം ആയതാണോ എന്നൊരു സംശയമുണ്ട്. എനിക്കെങ്ങനെയാ തോന്നുന്നു? ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.